ഹായ് എവ്രിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിലെ ഡെറ്റർ സിസ്റ്റം, അതിൽ തന്നെ കോസ്റ്റ് പ്രൈസ് മെത്തേഡ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യന് മുന്നോടിയായിട്ട് അതിന്റെ ഒരു തിയറിറ്റിക്കൽ പാർട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡെറ്റർ സിസ്റ്റത്തിൽ എങ്ങനെ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് പ്രകാരം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ ബ്രാഞ്ചുകളിലേക്ക് ഹെഡ് ഓഫീസ് അയക്കുക, ഗുഡ്സ് സെൻഡ് ചെയ്യുക, അതിന്റെ കോസ്റ്റ് പ്രൈസിലാണ്. നോർമലി പലപ്പോഴും ചെയ്യാറുള്ളത് കോസ്റ്റ് പ്രൈസിലാണ്. ഇൻ കേസ് സ്ഥാപനത്തിന് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് അയക്കുന്ന സമയത്ത് ബ്രാഞ്ചിലെ ആളുകൾക്ക് ഇതിന്റെ പ്രൈസ് കോസ്റ്റ് എത്രയെന്ന് കൃത്യമായിട്ട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെഡ് ഓഫീസ് സ്വീകരിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, കോസ്റ്റ് പ്രൈസിൽ നിന്നും എന്തോ കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ചെയ്യുന്നതാണ്. സ്വാഭാവികമായിട്ടും കുറച്ച് എന്തായാലും ചെയ്യൂല. എന്താണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ കോസ്റ്റ്, ആ കോസ്റ്റിലേക്ക് ഒരു ലോഡിംഗ് എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യും. ലോഡിംഗ് അല്ലെങ്കിൽ മാർക്കപ്പ് എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് ഇതിനെ പ്രോഫിറ്റ് എന്ന് വിളിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെയിൽ ചെയ്താലേ ഇതിന് പ്രോഫിറ്റ് എന്ന് പറയുള്ളൂ. അപ്പൊ ലോഡിംഗ് എമൗണ്ട് ആഡ് ചെയ്യും. ഉദാഹരണത്തിന് 100 രൂപ കോസ്റ്റുള്ള ഒരു സാധനത്തിന് ഒരു 25 രൂപ ലോഡിംഗ് എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ അത് ബ്രാഞ്ചിലേക്ക് കൊടുക്കുക 125 രൂപക്ക. അപ്പോ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് നമ്മുടെ ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്കഷൻ വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പ്രകാരം ഗുഡ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, മീൻസ് സ്റ്റോക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മിനിമം കോസ്റ്റ് പ്രൈസിൽ അതിന്റെ മേലുള്ള വിലക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഇത് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് പ്രകാരം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിലും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിലും എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, പ്രോഫിറ്റ് എലമെന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിൽക്കാത്ത സാധനത്തിന് വില കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, ആ ഒരു പ്രോഫിറ്റ് എലമെന്റ്, ആ ലോഡിംഗ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. അപ്പൊ എവിടെയാണ് കാര്യമായിട്ടും ഈ ഇൻവോയ്സ് പ്രൈസിന്റെ എഫക്റ്റുകൾ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വരിക. ഒന്നാമത്തത് ഓപ്പണിംഗ് സ്റ്റോക്കിൽ വരും, അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൽ വരും ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ അടുത്തൊന്ന് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ വരും. അതുപോലെ തന്നെ റിട്ടേണിന്റെ കേസിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് വരും. ഈ 4 ട്രീറ്റ്മെന്റുകളിൽ എങ്ങനെയാണ് സ്റ്റോക്കിൽ നിന്നും ലോഡിംഗ് എമൗണ്ട് റിമൂവ് ചെയ്യുക, അതാണ് നമ്മള് ഇന്നത്തെ ആകത്തുക ഡിസ്കഷന്റെ മൊത്തത്തിൽ പറയാനുള്ളത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് ഇനി പറയാം. അതിന് മുന്നോടിയായിട്ട് ഇതിന്റെ തിയറി നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു മനസ്സിലാക്കി പോകാം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. ദ ഗുഡ്സ് മേ ബി ഇൻവോയ്സ്ഡ് to branch at price higher than the cost price. കോസ്റ്റ് പ്രൈസിനേക്കാളും വലിയൊരു എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഡൺ. എന്തിനാ അത് ചെയ്യുന്നത്? പ്രൈമറി ടു ഹാവ് ആൻ എഫക്റ്റീവ് കൺട്രോൾ ഓവർ സ്റ്റോക്ക് വിത്ത് ബ്രാഞ്ച് ആൻഡ് കീപ് മാർജിൻ ഓഫ് പ്രോഫിറ്റ് സീക്രട്ട് ഫ്രം ദ ബ്രാഞ്ച് മാനേജർ. ബ്രാഞ്ച് മാനേജറിൽ നിന്നും അതിന്റെ മാർജിൻ ഓഫ് പ്രോഫിറ്റ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് സീക്രട്ട് ആയി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ സച്ച് എ സിറ്റുവേഷൻ ഓൾ എൻട്രീസ് റിലേറ്റിംഗ് ടു ഗുഡ്സ് ആർ മെയ്ഡ് ഇൻ ദ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ഇത്തരം സിറ്റുവേഷനിൽ ഗുഡ്സുമായി ബന്ധപ്പെട്ട എല്ലാ എൻട്രിയും ഇൻവോയ്സ് പ്രൈസിലാണ് ഇടുക. അതുകൊണ്ട് തന്നെ നെസസറി അഡ്ജസ്റ്റ്മെന്റ് ഫോർ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കോസ്റ്റും ഇൻവോയ്സ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്, അത് എന്ത് ചെയ്യണം, നെസസറി അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യണം. അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് പിന്നെ ബ്രാഞ്ച് അക്കൗണ്ട് വരയ്ക്കുക. ബ്രാഞ്ച് അക്കൗണ്ടില് ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെയാണ് നമ്മൾ എഴുതുക, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെയാണ് എഴുതുക. അപ്പോ ഈ പ്രോഫിറ്റ് എലമെന്റ് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എവിടെ എഴുതണം, ഡെബിറ്റിൽ എഴുതിയത് ഒഴിവാക്കണമെങ്കിൽ ക്രെഡിറ്റിൽ എഴുതണം. ക്രെഡിറ്റിൽ എന്ത് ചെയ്യുക, സ്റ്റോക്ക് റിസർവ് എന്ന് എഴുതും. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാം. അപ്പൊ ഇതിലെ പ്രോഫിറ്റ് എലമെന്റ് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എവിടെ റെക്കോർഡ് ചെയ്യണം, സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യാം. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എവിടെ നമ്മൾ എഴുതുക, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മൾ ഇവിടെ എഴുതും. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് എലമെന്റ് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് എഴുതിയിട്ട് ആ ലോഡിംഗ് എമൗണ്ട് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഇനി റിട്ടേൺ ഉണ്ടെങ്കിൽ റിട്ടേൺ നമ്മൾ ഇവിടെ എഴുതുക, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് ഇവിടെ എഴുതുക. അതിന്റെ ലോഡിംഗ് എമൗണ്ട് ഒഴിവാക്കണമെങ്കിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതും. ഈ രീതിയിൽ ചെയ്യാൻ പറ്റും.
ഇനി ഇതിന്റെ കൂടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണം ഞാനൊരു കാൽക്കുലേഷൻ എടുക്കാം. 1,00,000 രൂപയുടെ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 1,00,000 രൂപയുടെ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോഡിംഗ് എമൗണ്ട് ഒരു 20,000 ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, ഈ രീതിയിൽ. അതുപോലെ ഇത് ഞാൻ എന്താ ഗുഡ്സ് സെൻഡ് ചെയ്ത കാര്യം പറയുന്നത്. ഇനി റിട്ടേൺ ഒരു എത്രയുണ്ട്? റിട്ടേൺ ഒരു 10,000 രൂപ ഉണ്ട്. 10,000 രൂപ ഉണ്ട്. അതിൽ ലോഡിംഗ് എമൗണ്ട് എന്തുണ്ട്? 2,000 രൂപയുണ്ട്. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് സൈഡിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ത് ചെയ്താ ഈ 1,00,000 എമൗണ്ടിൽ നിന്നും ഈ 10,000 കുറച്ചിട്ടുള്ള ബാക്കി 90,000 രൂപ എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ലോഡിംഗ് എമൗണ്ട് ഈ 20,000 നിന്ന് 2,000 കുറച്ചിട്ടുള്ള 18,000 എവിടെ എഴുതാൻ പാടുള്ളൂ? ഈ സൈഡിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രെഡിറ്റ് സൈഡിൽ എഴുതാൻ പറ്റുള്ളൂ. ഇനി നേരെ മറിച്ച് ഇതേ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? സാധാ ചെയ്യുന്ന പോലെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്ര? 1,00,000 രൂപ. ഇത് രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 1,00,000 രൂപേന്റെ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ലോഡിംഗ് എമൗണ്ട് എവിടെ ഒഴിവാക്കുക? 20,000 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒഴിവാക്കുക. പിന്നെ റിട്ടേൺ എത്ര? 10,000 രൂപ ഉണ്ട്. ആ 10,000 രൂപ ചെയ്ത് അതിന്റെ ലോഡിംഗ് എമൗണ്ട് എന്ത് ചെയ്യുക? 2,000 ഇങ്ങോട്ട് ചെയ്യുക. ഏത് മെത്തേഡും നിങ്ങൾക്ക് സ്വീകരിക്കുക. നമ്മളെ ക്വസ്റ്റ്യനിൽ രണ്ട് മെത്തേഡുകളും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻട്രോ പാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന്റെ ഇനി അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻട്രി എന്താണ് നോക്കാം. എൻട്രി എന്താ? ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള ലോഡിംഗ് എമൗണ്ട് റിമൂവ് ചെയ്യാൻ അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ്. അതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രിയാ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെയാണ് ഉള്ളത്? ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ പറഞ്ഞ പോലെ ഡെബിറ്റ് സൈഡിലാണുള്ളത്. അത് പോകണമെങ്കിൽ നമ്മൾ എവിടെ ചെയ്യണം? ലോഡിംഗ് എമൗണ്ട് ഒഴിവാക്കണമെങ്കിൽ എവിടെ പോകണം? ക്രെഡിറ്റ് സൈഡ് പോകണം. ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പോകണം. അപ്പം ബ്രാഞ്ചിന് ക്രെഡിറ്റ് ചെയ്യുക, സ്റ്റോക്ക് റിസർവിനെ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇത് ഞാൻ റിട്ടേൺ കുറച്ചിട്ടുള്ള രീതിയിലുള്ളതാ കാണിച്ചത്. മറ്റേ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നുള്ളത് എവിടെ നമ്മൾ എഴുതുക? ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. ഏത് രണ്ടിന്റെ ഡിഫറൻസ് ഞാൻ എടുത്ത രീതിയാണ്. രണ്ടും പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡെബിറ്റ് സൈഡിലാണ് എഴുതുകയെങ്കിൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എങ്ങോട്ട് പോകണം? ക്രെഡിറ്റ് സൈഡിൽ പോകണം. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇവിടെ സ്റ്റോക്ക് റിസർവ് എന്നല്ല എഴുതുക. ലോഡിംഗ് ഒഴിവാക്കാൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് തന്നെ എഴുതുക. ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കുക. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെ എഴുതുക? ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ലോഡിംഗ് ഒഴിവാക്കണമെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ എഴുതണം. സ്റ്റോക്ക് അപ്പൊ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. അപ്പൊ ജനറൽ എൻട്രി എന്തായി? ബ്രാഞ്ച് അക്കൗണ്ട് ടു സ്റ്റോക്ക് റിസർവ്. ഇതാണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. ഇനി ഇത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്തത് ക്വസ്റ്റ്യനിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ലെഡ്ജർ എങ്ങനെ വരിക എന്നുള്ളത് ഞാൻ ഇതുവരെ വരച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് കാണിക്കുക. ഓപ്പണിംഗ് ബാലൻസ് എന്താണ്? സ്റ്റോക്ക് ഉണ്ട്. അത് ഇൻവോയ്സ് പ്രൈസിലാണ് കാണിക്കുക. അതിന്റെ സ്റ്റോക്ക് റിസർവ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ലോഡിംഗ് എന്ത് ചെയ്തു? ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്തു? അഡ്ജസ്റ്റ് ചെയ്തു. ക്രെഡിറ്റ് സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഇതേപോലെ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഡെറ്റേഴ്സ് വരും. ഇതിലൊന്നും എന്ത് ചെയ്യാനില്ല? സ്റ്റോക്ക് റിസർവ് ഇല്ല. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇവിടെ ചെയ്ത് അപ്പൊ അതിന്റെ ലോഡിംഗ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തെ സൈഡിൽ ഒഴിവാക്കും, റിമൂവ് ചെയ്യും എന്നുള്ളതാണ്. അഡ്ജസ്റ്റ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഈ എൻട്രി എന്താണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ആണ്. ഇത് ഗുഡ്സ് റിട്ടേൺ ആണ്. ഓക്കെ, ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ ലോഡിംഗ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇത് ഈ ഗുഡ്സ് സെൻഡിൽ നിന്നും റിട്ടേൺ കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടിന്റെ ലോഡിംഗ് എമൗണ്ട് ആണ്. അതുകൊണ്ടാണ് ഇവിടെ മാത്രം എഴുതുന്നത്. അത് രണ്ട് ക്വസ്റ്റ്യനും വേറെ ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് അവിടെ കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഇപ്പൊ ഉണ്ടെങ്കിൽ ആ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതോട് കൂടി അത് ക്ലിയർ ആവും. ഓക്കെ, ഒന്ന് കുറച്ച് എഴുതുന്നതാണ്, മറ്റത് രണ്ട് പോലെ എഴുതുന്നതാണ്. ആ ഡിഫറൻസ് ആണ്. ഓക്കെ, ഇനി ബാലൻസ് ക്യാരിഡ് ഓൺ. അവിടെ നമുക്ക് എന്ത് ചെയ്യും? സ്റ്റോക്ക് വരും. ആ സ്റ്റോക്കിന്റെ എന്ത് ചെയ്യണം? റിസർവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അത് സ്റ്റോക്ക് റിസർവ് ലോഡിംഗ് എമൗണ്ട് എന്ത് ചെയ്യുക? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെബിറ്റ് സൈഡിൽ ഇട്ടു. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അത്രയേ ഉള്ളൂ ഇൻവോയ്സ് പ്രൈസുമായി ബന്ധപ്പെട്ട കാര്യം. ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ കോസ്റ്റ് പ്രൈസിൽ എന്താണോ പറഞ്ഞത് ആ കാര്യം. ഓക്കെ, ഇല്ലസ്ട്രേഷൻ രണ്ടെണ്ണമൊക്കെ ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ടൈം ഒരുപാട് ലെങ്തി ആവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇല്ലസ്ട്രേഷൻ ഞാൻ മറ്റൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം. തൽക്കാലം ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. ഏകദേശം 10 മിനിറ്റ് ആയി. വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് പലപ്പോഴും കാണുന്ന നമുക്കൊരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? തൽക്കാലം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ കൺസെപ്റ്റ് നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കുക. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ എന്റെ നമ്പറിൽ ചോദിച്ചാലും മതി. ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.